എറണാകുളം വളഞ്ഞമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന ആദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ വിശേഷങ്ങളാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത്. നമസ്കാരം, കേരള ഗൈഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതാ ഞാൻ എത്തിയിരിക്കുന്നത് എറണാകുളത്താണ്. +2 ഡിഗ്രി, ഡിപ്ലോമ, ITI, BTech ഇതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളാണ് കേരളത്തിലുള്ളത്. അവരുടെയൊക്കെ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എൻ്റെ മക്കൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനി മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടും, ഇങ്ങനെയുള്ള കുറേ ടെൻഷനാണ് എല്ലാവർക്കും ഉള്ളത്. തൊഴിലില്ലായ്മയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച ചെയ്യുന്ന ഒരു വിഷയങ്ങളിലൊന്ന്. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും വലിയൊരു നല്ലൊരു റിസൾട്ടുള്ള, അല്ലെങ്കിൽ ഇതിനൊക്കെ ഉത്തമ പരിഹാരമായിട്ടുള്ള ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ ഇപ്പോൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ 2014 ആരംഭിച്ചിട്ട് ഇപ്പോൾ 2023 ആയപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 മുമ്പോട്ട് പോകുന്ന, വേൾഡ് തലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗംഭീര സ്ഥാപനം. അപ്പോൾ ആ സ്ഥാപനത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. അപ്പൊ ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇലക്ട്രിക്കൽ HOD ആണ്, ലത്തീഫ് സാറാണ്. സാർ നമസ്കാരം. ഇപ്പൊ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിദേശത്തേക്ക് ഒരുപാട് സാധ്യതയുള്ള മേഖലയാണ്, ഒരുപാട് വിദ്യാർത്ഥികൾ കടന്നു കയറുന്ന ഒരു മേഖലയാണ്. അപ്പൊ എല്ലാവരുടെയും ഇപ്പൊ +2 കഴിയുമ്പോൾ തന്നെയുള്ള എല്ലാവരുടെയും ചിന്ത UK, US, അമേരിക്ക, കാനഡ ഇവിടേക്കൊക്കെ പോകണം. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും സ്കില്ല് കയ്യിലുണ്ടെങ്കിൽ നല്ലതാണെന്നാണ്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ഡിപ്പാർട്ട്മെന്റ് തെരഞ്ഞെടുത്ത് വരുന്ന സ്റ്റുഡൻസ് നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്ന സപ്പോർട്ട് എന്തൊക്കെയാണ്? നമുക്ക് ഇന്റർനാഷണൽ സ്റ്റേജിൽ എന്തെല്ലാമാണ് ആവശ്യം? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ജോലി ചെയ്യുന്ന ആ വർക്ക് കൂടാതെ തന്നെ ഒരു കത്തെഴുതുന്നത് പോലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. അതെ. ആ സ്റ്റാൻഡേർഡ് എങ്ങനെയാണെന്ന് കുട്ടികൾക്ക് അവിടെ ചെയ്യുന്ന അത് തന്നെ ഇവിടെ കാണിച്ചു കൊടുക്കണം. ആ ചെയ്യുന്ന ജോലി എന്താണ്, എങ്ങനെ കത്തെഴുതുന്നത്, എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, എങ്ങനെയാണ് ആ ഇൻസ്പെക്ഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ്, ജോലി ചെയ്യുന്നതിന് ഏത് തരത്തിലുള്ള സ്കില്ലാണ് ആവശ്യം, എവിടെയാണ് ഒരു ഹ്യൂമൻ എറർ ഉണ്ടാകുന്നത്, ഹ്യൂമൻ എറർ എങ്ങനെ അത് റെക്ടിഫൈ ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും, ഈ കാര്യങ്ങളെല്ലാം ആ ചെയ്യുന്ന വിദേശത്തുള്ള ആ തൊഴിൽ തന്നെ ഇവിടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചെടുക്കുകയാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർനാഷണൽ, അതുപോലെ രാജ്യത്തിന് അകത്തുമുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സ്റ്റാർ വാല്യൂ ആണുള്ളത്. അതെ. അവരുടെ അപ്രീസിയേഷൻ എപ്പോഴും ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നുകൊണ്ടിരിക്കും. അതെ അതെ. കുട്ടികൾക്കും വളരെ നല്ല നിലവാരത്തിൽ തന്നെ ഇവിടെ നിന്ന് ജോലിക്ക് പോകാൻ പറ്റും. അത് അവർക്കൊരു വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആധുനിക ഇത് നോക്കുമ്പോൾ ഒരു പുതുമ തോന്നൂല. ഇവിടുന്ന് നല്ല രീതിയിൽ അത് പഠിപ്പിച്ചു അവിടെ ചെയ്യുന്ന അത് തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഇവിടെ വരുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ അവര് ഈ സ്കില്ല് തെരഞ്ഞെടുത്ത് ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ചിലരൊന്ന് പാനിക് ആയി പോകും, അയ്യോ എനിക്കിതെല്ലാം കൂടി പറ്റും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് സപ്പോർട്ടാണ് നമ്മുടെ ഭാഗത്ത്? അങ്ങനെ ഉള്ള കുട്ടികൾക്ക് അങ്ങനെ ഒരു പാനിക്കിന്റെ ആവശ്യമില്ല. കാരണം അവർക്ക് ആ റിയൽ സിറ്റുവേഷൻ കാണിച്ചു കൊടുത്ത് ABCD അങ്ങനെ പഠിപ്പിച്ചു വിടുകയാണ്. എല്ലാം പഠിപ്പിക്കും. അതുപോലെ തന്നെ ടെക്നോളജി, മോഡേൺ ടെക്നോളജി, PLC എങ്ങനെയാണ്, അതായത് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ, ഓട്ടോമേഷൻ, അതെങ്ങനെയാണ് നടത്താം. അതുപോലെ തന്നെ പവർ കൺട്രോൾ സിസ്റ്റത്തിലാണെങ്കിൽ ഫ്രീക്വൻസി വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോൾ, ഓട്ടോമൈസേഷൻ എല്ലാ എക്യുപ്മെൻറ്റുകളും നടത്തും. അത്രയുള്ള അഡ്വാൻസ്ഡ് എക്യുപ്മെൻറ്റ്സ് വരെ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷനിൽ ആണെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൽ തന്നെ അഡ്വാൻസ്ഡ് PID കൺട്രോളർ, പിന്നെ നമുക്ക് വാൽവ്സ്, ഈ ഫീൽഡിലുള്ള അതേ വാൽവ് തന്നെ, ന്യൂമാറ്റിക് കൺട്രോൾ വാൽവ് തന്നെ ഉണ്ട്. ഗേജസ് ഉണ്ട്, അത് തന്നെ പ്രഷർ കൺട്രോൾ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം എക്യുപ്മെൻറ്റ്സ്, മോഡേൺ എക്യുപ്മെൻറ്റ്സ് വെച്ചാണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വിത്ത് ലീസ്റ്റ് ഹെസിറ്റേഷൻ അവർക്ക് ഫീൽഡിൽ പോയിട്ട് ആ ജോലികൾ ചെയ്യാൻ സാധിക്കും. ശരി.
അതായത് ഇപ്പോൾ ആദിയിൽ വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുന്ന നമ്മുടേതായിട്ടുള്ള ഒരു കർമ്മം അത് കറക്റ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. കാരണം ഒരു ജോലി ഒരാളുടെ ഇപ്പൊ ഒരു പുതിയ ജനറേഷനെ നമ്മൾ വാർത്തെടുക്കുക എന്ന് പറയുക. അപ്പോൾ ഒരാൾ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കുറവുമില്ലാതെ ഇപ്പൊ എവിടെ ഏത് ഇന്ത്യയുടെ വേൾഡിൽ എവിടെ ചെന്നാലും അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള പഠനം ഇവിടുന്ന് തന്നെ നമ്മൾ സാധ്യമാക്കിയിട്ടാണ് വിടുന്നത്. ഇന്ത്യയിലാണ് നിൽക്കുന്നതെങ്കിലും അവർ കണ്ടുപഠിക്കുന്നത് വിദേശത്തെ ആ ഒരു സ്റ്റൈലാണ്. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സാർ. വളരെ കുറച്ച് നേരം കൊണ്ട് സാറും കുറെ നല്ല നല്ല കാര്യങ്ങളാണ് ഞങ്ങൾക്ക് തന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ അതില് കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ ഒരു സ്റ്റുഡന്റ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്ന അജാസിനോട് തന്നെ നേരിട്ട് വയ്ക്കും. അജാസ് നമസ്കാരം. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയാണ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ആദ്യം ഓയിൽ ആൻഡ് ഗ്യാസ് എടുക്കാനാണ് വന്നത്. ഫ്രണ്ട്സ് വരെ അറിഞ്ഞൂടെ വന്നു. ശരി. വന്ന സമയത്ത് എനിക്ക് എന്താ ഏതാന്നൊരു പിടുത്തം കിട്ടാത്തൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു മാനേജ്മെന്റായിട്ട് കോൺടാക്ട് ചെയ്തു. ഞാൻ ക്ലാസ്സിന് വന്നു തുടങ്ങി. CEO ആയിട്ടുള്ള ഷാഫി സാർ പുള്ളി നല്ല സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. പിന്നെ ഫാക്കൽറ്റി ആയിട്ട് ഞങ്ങളുടെ ജീവൻ സാറുണ്ട്, മറ്റു അധ്യാപകരുണ്ട്, എല്ലാം നല്ല രീതിയിൽ തരുന്നു. പക്ഷെ മറ്റുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഒരു ഇത് കിട്ടുന്ന പറഞ്ഞാൽ എല്ലാവരും നമുക്ക് തിയറി വെച്ച് നമ്മളെ കൊണ്ടുപോകും. ബൈ ചാൻസ് ഇവിടെ തിയറി മാത്രമല്ല നമ്മളെ കൊണ്ട് ഒരു ലാബിൽ കൊണ്ടുവന്ന് എന്ത് സാധനം പ്രാക്ടിക്കലായിട്ട് ചെയ്യാം എന്ന് അവർ നല്ല രീതിയിൽ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. കാരണം നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രാക്ടിക്കൽ അല്ല, നമ്മൾ എന്ത് തിയറി പഠിച്ചെന്ന് അവർ ചോദിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഞാൻ 100% ഹാപ്പിയാണ്. നമ്മളിപ്പോ ഫീസ് കൊടുക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ പഠിച്ച് ജോലി കിട്ടും എന്നൊരു ഉറപ്പ് ഇവർ നമുക്ക് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പറ്റുന്നു, നല്ല അധ്യാപകര്, 100% നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു? ഞാൻ ഓയിൽ ആൻഡ് ഗ്യാസ്. കാരണം ഓയിൽ ആൻഡ് ഗ്യാസ് എടുക്കുന്ന വെച്ചാൽ നമ്മള് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് എന്താണെന്നൊരു പിടുത്തം കിട്ടാൻ പാടില്ല. കാരണം ഇവിടെ വന്നപ്പോൾ നമ്മളെല്ലാം വിചാരിക്കുന്നു കടലിൽ പോകുന്നു ജോലി ചെയ്യുന്നു, പക്ഷെ അതല്ല ഓയിൽ ആൻഡ് ഗ്യാസ്. ഇവിടെ വന്ന് അധ്യാപകർ നമുക്ക് പറഞ്ഞു തന്നു എന്താണ് ഓയിൽ ആൻഡ് ഗ്യാസ്, ഏത് സ്റ്റെപ്പ് വരെ നമുക്ക് പോകാൻ പറ്റും, എത്ര മുകളിൽ എത്താം, എന്താണ് ജോലി ചെയ്യണം. അത് ഞാൻ ഇവിടുന്ന് എനിക്ക് അറിയാൻ പറ്റി. വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അക്കാഡമിക് ഹെഡ് ജീവൻ അബ്രഹാം സാർ നമ്മളോടൊപ്പം. സാർ നമസ്കാരം. ഇവിടെ ഇപ്പോ വിദ്യാർത്ഥികൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ +2 ITI ഇതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ, സ്വന്തമായിട്ടൊരു ജോലി, അതാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും. അവര് അപ്പൊ അത്രയും സ്റ്റുഡൻസ് ഇത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എന്തോ ഉണ്ട്. അത് എന്താണെന്നാണ് ഞങ്ങൾക്ക് ഒന്ന് അറിയേണ്ടത്. നമ്മളിപ്പോ 2014 നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അതിനുശേഷം ഇപ്പൊ ഒരു 9 years കഴിഞ്ഞപ്പോൾ നമ്മൾ 10th ഇയറിലേക്കാണ് ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവേശിക്കുന്നത്. നമുക്ക് റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോലിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട് പല ഇൻഡസ്ട്രീസും പല ഏജൻസുമായിട്ട് റെഗുലറായിട്ട് നമുക്ക് കോൺടാക്ട്സ് വന്നിട്ടുണ്ട്. ഈ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും വേക്കൻസി വരുമ്പോൾ നമ്മളെ ആദ്യം അവർ അറിയിക്കും. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വാട്സാപ്പ് വഴി ഷെയർ ചെയ്യുവാണ്. അപ്പം അവർക്ക് എല്ലാ ദിവസവും രാവിലെ നോക്കുമ്പോഴത്തേക്ക് 3 വേക്കൻസി 6 വേക്കൻസി ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇവർക്ക് ചൂസ് ചെയ്യാം ഏത് വേക്കൻസി വേണം, ഏത് കമ്പനി വേണം എന്ന് അവരങ്ങ് സെലക്ട് ചെയ്ത് അവരങ്ങ് പോവാണ്. അപ്പം ഇതൊരു ഓൺഗോയിങ് പ്രൊസീജിയർ ആയതുകൊണ്ട് ഇവഞ്ച്വലി വേർഡ് ഓഫ് മൗത്ത് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം ഇപ്പം ഞങ്ങളുടെ പഠിക്കുന്നതിൽ ഒരു 70% പിള്ളേരും അവര് റെഫറൻസ് വഴി എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ കൂട്ടുകാർ വഴിയുള്ള റെഫറൻസാണ്. നമ്മൾ ആദ്യം ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾ എങ്ങനെയാ വന്നത്, ഇൻസ്റ്റാഗ്രാം വഴിയാണോ, സോഷ്യൽ മീഡിയ ആണോ, അത് ഇവിടുന്ന് ഡൽഹി കോളേജ് വിളിച്ചാൽ. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് ഓയിൽ ആൻഡ് ഗ്യാസിനകത്ത് വരുന്നത് വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ്. അപ്പൊ അത് ഒരു സീരീസ് ഓഫ് ടൈം എടുത്ത് നമ്മളത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പ്രൊസീജിയറാണ്. ആൾക്കാർ വരുന്നു, ജോലിക്ക് പോകുന്നു. അപ്പൊ പിള്ളേർ അപ്പൊ ഇവിടെ എൻജോയ് ചെയ്യുന്നു, അവരത് പഠിക്കുന്നു, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവർക്ക് വേണ്ടി ലാബും ഫെസിലിറ്റി നമ്മൾ ചെയ്തു കൊടുത്തു. പിന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുവാണ്. അപ്പൊ അവർക്ക് കോൺഫിഡന്റ് ആയിട്ട് അവിടെ ചെന്ന് നമുക്ക് ഒറ്റ കാര്യം ഞങ്ങളെ സംബന്ധിച്ചുള്ളൂ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മനസ്സ്, ആ ഒരു മനസ്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വരണം എന്നേ പറയാനുള്ളൂ. അല്ല പക്ഷെ ജസ്റ്റ് ഒരു ടൈം പാസിനാണെങ്കിൽ അത് ഞങ്ങൾക്കും പ്രശ്നമാണ്. കാരണം ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന കമ്പനീസാണ്. നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു പോകുന്ന പിള്ളേർ എന്ന് പറഞ്ഞാൽ മിനിമം ക്വാളിറ്റി ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരവിടെ ചെന്ന് ആ ക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്ത് ആ രീതിയിൽ പെർഫോമൻസ് വഹിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ആ കമ്പനിക്ക് വീണ്ടും പിള്ളേരെ നമുക്ക് വിടാം. നമുക്ക് പഠിക്കണം. ഞങ്ങൾ എപ്പോഴും പിള്ളേരോട് പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ മുടക്കിയ കാശ്, നിങ്ങൾ ഇവിടെ മുടക്കിയ ഫീസും ഹോസ്റ്റലും അടക്കം നിങ്ങൾക്ക് 10 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഈവൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് ഞങ്ങൾ നോക്കുന്നത്. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ്. അത്രയും ഉറപ്പാണ് എന്തായാലും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഫസ്റ്റ് അത് നിങ്ങൾക്ക് അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർ പഠിച്ചിറങ്ങി ഇവർ ജോലിക്ക് പോകും. അപ്പൊ ആ ഒരു 1 year കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർ 1 year എക്സ്പീരിയൻസ്ഡ് പോകും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വേറെ ജോലി കണ്ടുപിടിക്കാൻ പറ്റും, തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരണം. അപ്പൊ നമുക്ക് എളുപ്പമാണ്. കാരണം ഇവരെ എക്സ്പീരിയൻസ് കാറ്റഗറിയിൽ നമുക്ക് കയറ്റിവിടാം. അതായത് പഠിക്കാൻ ആഗ്രഹവും ഒരു ആത്മാർത്ഥതയും സ്വന്തമായിട്ടൊരു ജോലി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട്. അപ്പം അപ്പാർട്ട് ഫ്രം നിങ്ങൾ ഏത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്, +2 ആണ് അല്ലെങ്കിൽ +2 ഫെയിൽ ആണ്, എഞ്ചിനീയറിംഗ്, ഇപ്പൊ ഞങ്ങളുടെ കൂടെ വരുന്ന ഇപ്പൊ എഞ്ചിനീയറിംഗ് പിള്ളേരും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് പിള്ളേരും എല്ലാവരും ഉണ്ട്.
പക്ഷെ അവർക്ക് എല്ലാവർക്കും ഇത് പഠിച്ചിട്ട് അവരുടെ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം അനുസരിച്ച് അവരുടെ കയ്യിലുള്ളത് അനുസരിച്ച് അവർക്ക് ഓരോ ഡൈവേഴ്സിഫൈ ചെയ്ത് ഓരോ സെക്ഷനിലേക്ക് അവർ പോവാണ്. ശരി, മനസ്സുണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരെ. പിന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റുഡൻസിനോട് ചോദിക്കുമ്പോൾ ഏറ്റവും എടുത്ത് പറയുന്നത് ഇവിടുത്തെ ലാബ് എല്ലാം പ്രാക്ടിക്കലി കിട്ടുന്ന സപ്പോർട്ട് അത് ഭയങ്കര ഹൈ ആന്ന് പറയുന്നത്. അതിനെ എങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒരു നമ്മള് ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആദ്യം നമ്മുടെ ഓഫീസർ സിഇഒക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലാബ് വേണമെന്ന്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ ക്വാളിറ്റി ബിൽഡിംഗിൽ തന്നെ ഇവിടെ ഇപ്പം എറണാകുളത്ത് തന്നെ ഇവിടെ 3 ഓഫീസാണ് ഉള്ളത്. ഈ ക്വാളിറ്റി ബിൽഡിംഗ് 3-ാം നില പൂർണ്ണമായിട്ട് ലാബിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കും. അപ്പൊ അതിനകത്ത് ഈ റെഗുലർ ആയിട്ട് എക്യുപ്മെന്റ്സ് ഹയർ ചെയ്യും. നമ്മുടെ ഇപ്പൊ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈയിടെ തന്നെ ഒരു നല്ലൊരു എമൗണ്ട് മുടക്കി അതിന് ഫുൾ ഓട്ടോമേഷൻ, അത് നമ്മുടെ സാറുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം അതിന് പൂർണ്ണമായിട്ട് PLC ലാബ് എന്ന് പറഞ്ഞൊരു ലാബ് കൺസെപ്റ്റ് കൊണ്ടുവന്ന് നമ്മളൊരു കൺസൾട്ടന്റിനെ ഹയർ ചെയ്ത് അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. കാരണം ഈ ഫീൽഡില് നമുക്ക് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ലാബ് അതൊക്കെ ഈ നമ്മുടെ ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ അവരെ കൊണ്ട് തന്നെ പിള്ളേർ ചെയ്യിപ്പിച്ച് അവർക്ക് ഇതിനകത്ത് കോൺഫിഡൻസ് വരുന്നിടം വരെ അവർ ചെയ്തു. ഇനിയിപ്പോ അവർ പഠിച്ചിറങ്ങി അവർക്ക് നാളെ ഒരു പോകണം, അവർക്ക് ഇത് ബ്രഷപ്പ് ചെയ്യണം, തീർച്ചയായിട്ടും വരും നമ്മുടെ ലാബ് ഫെസിലിറ്റി ഉപയോഗിക്കാം. വീണ്ടും അത് ബ്രഷപ്പ് ചെയ്തിട്ട് വീണ്ടും ഒരു ഫീൽഡിലേക്ക് പോകാം. അത് ഓപ്പൺ ആണ്. നമ്മളിവിടെ പല ടെക് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ പിള്ളേർ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഓപ്പൺ ഇതാണ്. കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്തൊരു ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് അതിന് തയ്യാറാണ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു കാര്യം സാർ, ഇനിയിപ്പോ അടുത്ത പുതിയ ജനറേഷൻ ഇനി ഇതിലേക്ക് വരാനിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ടാവും. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ചിരിക്കുന്നവർ, അവരോട് സാറിന് എന്താ പറയാ? നമ്മുടെ രാജ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 70% യൂത്ത് പവറാണ്. പല രാജ്യങ്ങളിലും എല്ലാവരും ഇങ്ങോട്ട് ഇന്ത്യൻ എക്കോണമിയിലകത്തോട്ട് എങ്ങനെ കയറാൻ പറ്റും എന്നാണ് കാര്യം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ യൂത്ത് പോപ്പുലേഷന് പർച്ചേസിങ് പവർ വന്നുകൊണ്ടിരിക്കുക. ഈ പർച്ചേസിങ് പവർ എന്തുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ പലപ്പോഴും ഇൻഡസ്ട്രിയിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്കിൽഡാണ്, പക്ഷെ എനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുന്നില്ല. അവർക്ക് വേണ്ടിയ ചില കീ ആയിട്ടുള്ള സ്കിൽസ് വേണം, കീ ആയിട്ടുള്ള നോളജ് വേണം. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാത്ത് ടു ഗ്ലോറി, നമ്മുടെ കരിയർ ബിൽഡിങ് നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എനിക്ക് ആകെ പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങളുടെ ചെറുപ്പത്തിൻ്റെ ആയിട്ട് എൻജോയ്മെന്റും കാര്യങ്ങളും അതൊക്കെ വഴിക്ക് നടക്കും. പക്ഷെ കരിയറിൽ നമ്മൾ എത്രയും ചെറുപ്പത്തിൽ നമ്മൾ കുറച്ച് ഫോക്കസ്ഡ് ആവുന്നുള്ള രീതി വരുവാണെങ്കിൽ നിങ്ങൾ വന്നു ഇത് പഠിച്ചാൽ നിങ്ങളുടെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ട് എത്ര സമയത്തുള്ള സക്സസ് ആണ്. അതിലേക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഒരു 5 വർഷം കഴിഞ്ഞ് കിട്ടുന്ന പ്രൊമോഷൻ, നിങ്ങൾക്ക് ഈ സ്കില്ലുണ്ട്, ഈ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് 5 വർഷം കിട്ടുന്ന പ്രൊമോഷൻ നേരത്തെ കിട്ടാം. അത് പിന്നെ നമ്മുടെ കയ്യിലിരിക്കും, നമ്മൾ എങ്ങനെയാണ് ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട്. പക്ഷെ ബേസിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് കരിയർ അതിന് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അതിനു വേണ്ടി പോളിഷ് ചെയ്ത് ഇവർക്ക് എന്താണ് റിക്വയർമെന്റ്, ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, അതുകൂടാതെ സോഫ്റ്റ് സ്കിൽ, ഇംഗ്ലീഷ് ട്രെയിനിങ്, കമ്പ്യൂട്ടർ സ്കിൽസ്, ഈ പറഞ്ഞ പോലെ സാപ്പ്, പല പല പ്രോഗ്രാം, അതിന്റെ ഒരു കൾമിനേഷൻ ആണ് ഈ കോഴ്സ്. അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് പഠിച്ചിറങ്ങിയ സ്റ്റുഡന്റിന് ഒരു ഇൻഡസ്ട്രിക്കകത്ത് കയറി കഴിഞ്ഞാൽ അവനൊന്നും അറിയാതെ ഇരിക്കത്തില്ല. ആകെ അവൻ ചെയ്യേണ്ട ക്ലാസ് റെഗുലർ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സാർ. എന്തായാലും ഇപ്പൊ സാറ് വഴി കിട്ടിയ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാരന്റ്സിന്റെ ടെൻഷൻ മാറ്റാവുന്ന രീതിയിലുള്ള മെസ്സേജുകൾ ഇപ്പൊ വന്നേക്കുന്നത്. കാരണം ഇനി പുതിയ തലമുറ എന്ത് ചെയ്യണം? കാരണം സ്വന്തമായിട്ടൊരു തൊഴിൽ എന്ന് പറയുന്നത് ഏതൊരു ചെറുപ്പക്കാരനെ സ്വപ്നമാണ്. പക്ഷെ അത് ധൈര്യത്തോടുകൂടി എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടെ തൊഴിൽ എനിക്ക് ലഭ്യമാകും എന്ന് ഉറപ്പുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എല്ലാവരും തപ്പി നടക്കുന്നത്. അപ്പൊ ഇത്രയും ഉറപ്പില് മാത്രമല്ല, പഠിച്ചിറങ്ങി ജോലി കിട്ടുക എന്ന് മാത്രമല്ല, പഠിച്ചിറങ്ങുന്നവർ പഠിച്ച് തന്നെ ഇറങ്ങുന്നത്. ഇവിടുത്തെ പ്രാക്ടിക്കലി സപ്പോർട്ടൊക്കെ ഭയങ്കര ഹൈയാന്ന് ഇവിടുത്തെ സ്റ്റുഡൻസ് തന്നെ പറഞ്ഞു. അപ്പൊ എന്തായാലും വളരെ കുറച്ച് നേരം കൊണ്ട് കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള വാക്കുകളാണ് സാറിന്റെ എഴുതി കിട്ടിയത്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്ന ഇവിടുത്തെ 2 സ്റ്റുഡൻസ് വീണ്ടും നമ്മളൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. പേരെന്താണ്? എന്റെ പേര് സാന്ദ്ര. ഏത് പേരെന്ന്? ഡോണ. ഇവിടുത്തെ ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എങ്ങനെയുണ്ട് ഇവിടെ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട്? എങ്ങനെയാണ്? വളരെ നല്ല സപ്പോർട്ടാണ്. മിസ്സുമാരൊക്കെ നല്ല കമ്പനിയാണ്. പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ആണ്. എന്തായിരുന്നു ശരിക്കും അടുത്ത പ്ലാൻ എന്തായിരുന്നു? +2 കഴിഞ്ഞപ്പോഴുള്ള പ്ലാൻ എന്തായിരുന്നു? ജോബ് വാങ്ങണമെന്നുണ്ടായിരുന്നു. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താണ്. അതിനുശേഷം ഒരു ജോബ് വാങ്ങണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ആദ്യത്തെ ആഡൊക്കെ കണ്ടു. അങ്ങനെ കണ്ട് പിന്നെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തു. അല്ലേ? ഓക്കെ, ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന സപ്പോർട്ട് അത്യാവശ്യം
അതെ, വളരെ നല്ല സപ്പോർട്ടാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്, എടുക്കുന്ന പോർഷൻസ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്. ശരി ശരി. പേരെന്തായിരുന്നു? ഡോണ എങ്ങനെയാണ് ആദിനെ കുറിച്ച് അറിഞ്ഞത്? എന്റെ അങ്കിൾ വഴിയാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ വന്നപ്പോ ആദ്യം ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു, പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ ഭയങ്കര സേഫ് സോൺ പോലെ. ആ ടെൻഷൻ മാറാൻ വേണ്ടി ആദിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ സപ്പോർട്ട് എന്തായിരുന്നു? എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്, അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എല്ലാവരോടും മിങ്കിൾ ചെയ്തോണ്ട് ഞാൻ അങ്ങനെ ഒന്നും മിങ്കിൾ ചെയ്യാത്ത, അധികം ഇച്ചിരി ടെൻഷനുള്ള കുട്ടികളാണ്. ഇവിടെ വന്ന് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ നടക്കുമ്പോഴേക്കും അതനുസരിച്ച് പേടിയൊക്കെ മാറി ഞാൻ ഇപ്പൊ ഓക്കെയാണ്, നല്ല കൂളായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇനി അടുത്ത ജനറേഷനിലെ അടുത്ത സ്റ്റുഡൻസ്, ആദിയിലേക്ക് വരാനിരിക്കുന്ന സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത്? നല്ലതാണ്, ഇവിടുത്തെ ക്ലാസ് ഒക്കെ അടിപൊളിയാണ്. അടിപൊളിയാണ്, ഇറങ്ങി പോകുമ്പോഴത്തേക്കും നല്ലൊരു കൂൾ മൈൻഡാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ആദ്യയുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കേണ്ട ഇവിടുത്തെ സ്റ്റുഡൻസിനോട് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇതാ വീണ്ടും 2 സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. നമസ്കാരം, പേരെന്തായിരുന്നു? അല്ലേ. ഓക്കെ, ശ്രീലക്ഷ്മി എവിടെ സ്ഥലം? തൃശ്ശൂരാണ്. അപ്പൊ അവിടെ നിന്ന് ഇത്രയും ദൂരം വരുമ്പോ ഈ ആദിയിലേക്ക് പഠിക്കാനൊക്കെ വരുമ്പോ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു ആ ടെൻഷൻ? വീട്ടുകാര് കാരണം വേറെ സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാറ്, പിന്നെ ഹോസ്റ്റല് അങ്ങനെയൊക്കെ, പിന്നെ ക്ലാസ്സും പിള്ളേരെ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാരും കമ്പനിയാണ്. ഇവിടെ വന്നപ്പോ പഠിക്കാനൊക്കെ എങ്ങനെയാണ് ടീച്ചേഴ്സിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട്? നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പൊ പരിപാടികളായാലും ക്ലാസ് ആയാലും നന്നായി ക്ലാസ് എടുത്ത് തരും, മനസ്സിലാക്കി തരും, നോട്ട് ചെയ്ത് തരും. എല്ലാം കൊണ്ട് നമുക്കൊരു പഠിക്കാനുള്ള എല്ലാ ചുറ്റുപാടും ഇവിടെ ഉണ്ട്. ഓക്കെ, അലൻ എന്താവാനാണ് ആഗ്രഹം? HR പോസ്റ്റിലേക്ക് വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അതായിരുന്നു ഡ്രീം? അത് തന്നെയായിരുന്നു. എങ്ങനെയാണ് ആദിയിലേക്ക് എത്തിയത്? എന്റെ വീട് ഇവിടെ എറണാകുളത്ത് തന്നെയാണ്. അപ്പൊ ഇവിടെ പഠിച്ച പിള്ളേരൊക്കെ പറഞ്ഞു കേട്ടാണ് ഇവിടെ ചേർന്നത്. ധൈര്യമായിട്ട് വരും. ചേർന്നോളാം. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാറ്റം വെച്ചാൽ നല്ല ക്ലാസ്, മിസ്സുമാരെല്ലാം നല്ല സപ്പോർട്ടീവ് ആണ്, കമ്പനിയാണ്. അപ്പൊ നമുക്കൊരു പേടിയില്ല. നല്ല എല്ലാവരും പറയുന്നത് മിസ്സുമാര് സപ്പോർട്ട് പേടിച്ചിട്ടാണോ? കമ്പനി അല്ലേ? അതെ, എല്ലാവരും നല്ല കമ്പനിയാണ്. നമുക്ക് പഠിക്കാൻ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും നമുക്ക് തരുന്നുണ്ട്. നമ്മൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യുന്നത്, ഇവിടെ എല്ലാ സ്റ്റുഡൻസിനോടും ചോദിക്കുമ്പോൾ പറയുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ചാണ്. ടീച്ചേഴ്സ് ആണ് ഞങ്ങൾക്ക് എല്ലാത്തിനും സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടീച്ചറെ കിട്ടിയിരുന്നു. ഇനി ടീച്ചറിനോട് തന്നെ നേരിട്ട് വെക്കുക, എന്താണ് കുട്ടികൾ ഇങ്ങനെ പറയാൻ കാരണം? അത് പരമാവധി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓൾറെഡി ടെൻസ്ഡ് ആയിട്ടായിരിക്കും പലരും വരുന്നുണ്ടാവുക, പല കോഴ്സുകളും കഴിഞ്ഞിട്ടാണ് വരിക. അപ്പം എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടുക എന്നൊക്കെ അവർ ചോദിക്കാറുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർ കൂളായിരിക്കും. ഈ കുട്ടികൾ നമുക്ക് ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചിലവരെ കൊണ്ട് അത് എനിക്കിത് മുമ്പോട്ട് പോകാൻ പറ്റൂ, അങ്ങനെ ടെൻഷനൊക്കെ വരാറുണ്ടാവും. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അങ്ങനത്തെ കുട്ടികളുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് അപ്പ് ചെയ്ത് കൊണ്ടുവരും? ഒരുപാട് കാര്യങ്ങൾ നേരത്തെ അങ്ങനെയുള്ള കുട്ടികൾ മാറിയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും ഞാൻ പല രീതിയിലായിട്ട്. മോട്ടിവേഷൻ കൊടുക്കും. പിന്നെ അവർക്ക് നമുക്ക് ഒരു കുട്ടീനെ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ആ കുട്ടി ലാഗ് ചെയ്യുന്നതെന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവാറ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കാൻ പറയും. നല്ല ഫുൾ സപ്പോർട്ട് ആയിരിക്കും. നമ്മൾ അവരെ കൂടെ തന്നെ ഒരു അധ്യാപികയായിട്ടല്ല, ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ പാരന്റായിട്ടും എല്ലാം നമ്മൾ കൂടെ. ഓക്കെ, താങ്ക് യു മിസ്, താങ്ക് യു സോ മച്ച്. ഇനി ടീച്ചറോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇനി ഈ ഒരു മേഖലയിലേക്ക് വരാൻ പോകുന്ന കുട്ടികളോട് നമുക്ക് എന്താണ് പറയാൻ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ജോബ് ഇപ്പോൾ എമർജിംഗ് ആയിട്ട് വരികയാണ്. അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫേസിലേക്ക് മാത്രമല്ല നമുക്ക് ഒരു ജോബ് കിട്ടുന്നത്. ഹോസ്പിറ്റലിലെ വൈഡ് വെറൈറ്റി ഓഫ് പൊസിഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ +2 ബേസിക് ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഡിഗ്രി ബേസിക് ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഏത് ബേസിൽ വരുന്ന അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. യെസ്, അപ്പൊ അതൊരു വലിയ പോസിറ്റീവ് തന്നെയാണ്. കൂടുതലും ഈ മേഖലയിലേക്ക് വരുന്നത് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? രണ്ടുപേരും ഈക്വൽ ആയിട്ടാണ്. കാരണം ഇപ്പൊ അങ്ങനെ ഒരു തൊഴിലില്ല, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും നല്ല രീതിയിൽ. ആദ്യമൊക്കെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത സമയത്തൊക്കെ പെൺകുട്ടികളായിരുന്നു, പക്ഷെ ഇപ്പൊ ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ ഇവിടെ നമുക്ക് ജോലി പൂർണ്ണമായിട്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു ജോലി കിട്ടുന്നതാണ്. അപ്പൊ ഒരു ജോലി കിട്ടുന്നതിലുപരി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു എല്ലാം A to Z നമ്മളോട് പഠിപ്പിച്ചിട്ട് തന്നെയാണ് വിടുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന രീതികൾ എങ്ങനെയൊക്കെയാണ്? നമ്മൾ പ്രാക്ടിക്കൽ വൈസ് ആയിട്ടാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. ഒരിക്കലും തിയറി ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിയറിറ്റിക്കൽ പോർഷൻ അല്ല അവിടെ. നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്താ ചെയ്യണം? ഇപ്പൊ റിസപ്ഷനിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണ്?
ഇപ്പൊ പെർച്ചേസിലാണ് കിട്ടുന്നതെങ്കിൽ അവിടെ എന്തൊക്കെ ചെയ്യണം, ഇൻഷുറൻസിലാണെങ്കിൽ അവിടെ എന്തൊക്കെ ചെയ്യണം, ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ചാപ്റ്റേഴ്സ് പോലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ വർക്ക് ചെയ്താലും അവിടെ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും. അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് എല്ലാവർക്കും ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാം. ഇവിടുത്തെ എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അല്ലേ? ഓക്കെ, താങ്ക് യു മിസ്, താങ്ക് യു. അപ്പൊ ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സിഇഒ മുഹമ്മദ് ഷാഫി സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ ഇനി ഇതിന്റെ വിശേഷങ്ങൾ കൂടുതലായിട്ട് സാറിന് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. സാർ നമസ്കാരം. ആദ്യമായിട്ട് ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായത്? എന്റെ പഠനശേഷം ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എഞ്ചിനീയറിംഗിന് ശേഷം പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിന്റെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ജോബ് അന്വേഷിച്ച് വരുന്നത് കേരളത്തിലുള്ള സ്റ്റുഡൻസ് ആണ്. പ്രത്യേകിച്ച് ഡിഗ്രി അതുപോലെ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസിന് കേരളത്തിലൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ചെന്നൈയിലൊക്കെ വർക്ക് ചെയ്ത ടൈമിൽ ചെന്നൈയിലേക്കൊക്കെ കൂടുതലും നമ്മുടെ കമ്പനികളിലോട്ടൊക്കെ വരുന്നത് ഈ പറഞ്ഞ കേരളത്തിലുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമുക്കും അങ്ങനെ ഒരു ചിന്ത വന്നു, എനിക്കും അങ്ങനെ ഒരു ചിന്ത വന്നു, എന്തുകൊണ്ട് കേരളത്തിൽ തന്നെ ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സ് അല്ലെങ്കിൽ ഒരു ജോബ് ഓറിയന്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തുകൂടാം. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ജോബിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് നമുക്ക് അവരൊരു ജോബിലേക്ക് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലൊരു ബിസിനസ് അല്ലെങ്കിൽ നല്ലൊരു സർവീസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ 2014 നമ്മൾ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, 2014 നമ്മൾ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ടെൻഷൻ, എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവും. നമ്മൾ ആദ്യമായിട്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ബാച്ചിൽ വന്ന എത്ര കുട്ടികളുണ്ടായി? 2014 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ജോലി നിർത്തി നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഫിനാൻഷ്യലി ആണെങ്കിലും ഈ പറഞ്ഞ നമുക്ക് ടെൻഷനാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ ഇവിടുത്തെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്റ്റാർട്ട് ചെയ്ത് അതിന് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു 2014 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇത്രയും ആയിട്ടില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റുഡൻസിന് വരുമോ, എങ്ങനെ അവരെ കൊണ്ടുവരാം, എങ്ങനെ ഇത് അവരിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ഒരു വർഷം വളരെ കുറഞ്ഞ സ്റ്റുഡൻസ് ആണ് നമുക്ക് പഠിച്ചത്. 2014 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അറൌണ്ട് ഒരു 150 to 200 സ്റ്റുഡൻസ് ആണ് ആ ഒരു വർഷം നമുക്ക് പഠിക്കാം. അപ്പൊ 200 സ്റ്റുഡൻസിന് വെച്ചുകൊണ്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതെ, അന്ന് ഏകദേശം എത്ര ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു? അന്ന് എനിക്ക് തോന്നുന്നു ഒരു 6 to 7 അതിലാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ചെറിയൊരു ബിൽഡിങ്ങിൽ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2018 ആയപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ പുതിയൊരു ബ്രാഞ്ച് കൂടെ നമുക്ക് കേരളത്തിൽ മറ്റേ ട്രിവാൻഡ്രത്ത് വന്നു. പിന്നെ 18 ലാസ്റ്റോടെ നമുക്ക് അറിയാം ഇപ്പൊ എവിടെയൊക്കെ ബ്രാഞ്ചുകളുണ്ട്. ഇപ്പൊ നമുക്ക് ബ്രാഞ്ചസ് വരുന്നത് കൊച്ചി, അതുപോലെ തന്നെ ട്രിവാൻഡ്രം വരുന്നുണ്ട്, കാലിക്കറ്റ്, മലപ്പുറം സ്ഥലങ്ങളായിട്ടാണ്. ഇപ്പോ ഈ കൊച്ചിയിൽ മാത്രം ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ ഓഫീസ് ഇവിടെ മാത്രം ഏകദേശം എത്ര സ്റ്റുഡന്റ് ഉണ്ടാവും 2023 ആയി നിൽക്കുമ്പോൾ? ഇപ്പൊ നമുക്ക് ഇത് ഷോർട്ട് ടൈം കോഴ്സസ് ആണ്. ഇപ്പോൾ 1 month വരുന്ന കോഴ്സ് ഉണ്ട്, അതുപോലെ 3 months വരുന്നവരുണ്ട്, 6 months വരുന്നുണ്ട്, 1 year വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അറൌണ്ട് ഒരു വർഷത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യും. ഞങ്ങൾക്ക് അറൌണ്ട് ഈ പറഞ്ഞ കൊച്ചിയിൽ മാത്രമാണെങ്കിൽ നമുക്കൊരു 3,500 സ്റ്റുഡൻസ് കൊച്ചിയിൽ മാത്രമായിട്ടാണ്. അപ്പൊ 2014 ഒരു 150 സ്റ്റുഡൻസിന് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2023 എത്തുമ്പോൾ കൊച്ചിയിൽ മാത്രം ഇപ്പൊ 3,500 ആയിട്ട് എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത്രയധികം നമ്മുടെ സേവനം ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു, പുതിയ യുവാക്കളിലേക്ക് എത്തിക്കഴിഞ്ഞു, അവരത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് കേട്ടറിഞ്ഞിട്ടാണ് ഈ വരുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ കുറെ സ്റ്റുഡൻസിനോടൊക്കെ ഇവിടുത്തെ റിവ്യൂ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. മാനേജ്മെന്റ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഞങ്ങളുടെ എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഒരു ടീച്ചർ എന്നുള്ള നിലയിലല്ല, ഒരു ഫ്രണ്ടിനെ പോലെ കൂടെ നിന്നിട്ട് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഏത് തരത്തിലാണ് അപ്പൊ നമ്മൾ ടീച്ചേഴ്സിനെ ഇവിടെ റെഡിയാക്കി നിർത്തിയേക്കുന്നത്? നമുക്കറിയാം, നമ്മൾ പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം, നമ്മൾ ബുക്ക് സ്കൂളുകളിലും നമ്മുടെ കോളേജുകളിലൊക്കെ പോയിട്ടാണെങ്കിൽ നമ്മൾ പഠിക്കുന്നത് കൂടുതൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണ്. നമുക്ക് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് വളരെ കുറവാണ്. അതിനൊരു ബുദ്ധിമുട്ട് നമുക്ക് ശരിക്കും ഒരു ജോബിലേക്ക് പോകുമ്പോഴും മനസ്സിലാവും. ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലേക്ക് നോക്കുവാണെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ കോളേജുകളിലേക്ക് ഒരു സ്റ്റഡി നല്ല ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രൂപത്തിൽ തന്നെയാണ്. നമുക്കൊരിക്കലും ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പറഞ്ഞ ഒരു ഡിഗ്രി BCom BBA പോലുള്ള ഡിഗ്രീസ് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ടെൻഷനാണ്. നമുക്ക് ഇനിയും ഏത് കമ്പനിയിലോട്ട് പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി പോയി ഒരു പെർട്ടിക്കുലർ ജോബ് നമുക്കറിയും. ഇപ്പോഴും നമുക്കറിയില്ല. എനിക്കൊന്ന് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് പോലും ഇപ്പോഴും ഒരു ഓയിൽ ആൻഡ് ഗ്യാസ്, ഇപ്പോൾ ഏതെങ്കിലും റിഫൈനറികൾ, കെമിക്കൽ പ്ലാന്റുകൾ, പവർ പ്ലാന്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പല ജോബ് പൊസിഷൻസ് ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ഒരു ജോബ് പൊസിഷനിലേക്ക് പോകാനുള്ള ഒരു നോളജ് ഇപ്പോൾ അവർക്കില്ല.
ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ഒരു റിഫൈനറി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വരുന്നൊരു ജോബ് പൊസിഷൻ പൈപ്പിംഗ് എഞ്ചിനീയർ എന്ന് പറയുന്ന പൊസിഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു നോളജ് ഇല്ല. അപ്പം നമുക്ക് ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് സ്റ്റുഡൻസ് വരുമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പുസ്തകം വെച്ച് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനകത്ത് മീൻസ് അത് വീണ്ടും നമ്മളൊരു കോളേജിൽ പഠിച്ച അതേ ഒരു സിറ്റുവേഷനിൽ തന്നെ പോകും. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കൊടുക്കുക. നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്തും പറയുന്നത് ഇപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും അതിൽ എക്സ്പീരിയൻസ് മിനിമം ഒരു 3 to 5 years ഈ പറഞ്ഞ ഇൻഡസ്ട്രി എക്സ്പെർട്ടുകളാണ് ഇവിടെ ക്ലാസ് എടുക്കും. മിനിമം ഈ 3 to 5 ഉണ്ട് 5, 10, 15 years ഒക്കെ സൈറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് നമുക്ക് കൊടുക്കും. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു ബുക്ക് നോക്കി പഠിപ്പിക്കുമല്ല, ഇവരുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നാളെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് ഒരു കമ്പനിയിലോട്ട് പോകുവാണെങ്കിൽ അവന് ഈസി ആയിട്ട് ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ വർക്കിലോട്ട് ഇറങ്ങാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്തും പറയുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ബുക്ക് നോക്കി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ അല്ലേ, ഓരോ കോഴ്സുകൾക്കും സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. ഇവർക്ക് ഈ പറഞ്ഞ കോഴ്സിന്റെ ആഫ്റ്റർ ഈ പറഞ്ഞ റെഫറൻസിന് വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ കൊടുക്കുന്നത്, അതെ സ്റ്റഡി മെറ്റീരിയൽ കൊടുക്കുന്നത്. പക്ഷെ ക്ലാസ്സസ് എല്ലാം വരുന്നത് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്തും പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു വിജയം അല്ലെങ്കിൽ ഇത്ര അധികം സ്റ്റുഡൻസ് പഠിക്കാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ ഒരു കോഴ്സിൽ ഒരു ബാച്ചിൽ ഒരു 50-60 സ്റ്റുഡൻസ് പഠിക്കുകയാണെങ്കിൽ ആ സ്റ്റുഡൻറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ അവൻ്റെ ജോബിലേക്ക് എത്തണം. നാളെ അവൻ 4 പേരെടുത്ത് പറയണം, ഓക്കെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചുകൊണ്ട് എനിക്ക് നല്ല ജോലി എനിക്ക് ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്ന അവർ പറയണം. അങ്ങനെയാണ് നമുക്ക് വരുന്ന ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ്. ഒരു ബാച്ചിൽ ഒരു 50 പേര് പഠിക്കുമ്പോൾ അടുത്ത ബാച്ചിലേക്ക് അവർ 100 പേര് ആ ബാച്ചിൽ നിന്ന് നമുക്ക് ആളുകളെ വരുന്നുണ്ട്. അതാണ് ഈ ഒരു വർഷമായപ്പോഴത്തേക്കും ഇത്രയധികം സ്റ്റുഡൻസ് പഠിക്കുന്നത്. ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ ഓരോ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടുന്ന് പഠിച്ച് വിദേശത്ത് പോയാലും അവർക്കൊരു പുതുമയുണ്ടാവില്ല. കാരണം അവിടെയുള്ള മെഷീനറീസ്, അവിടെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അവിടെയുള്ള ടൂൾസ് എന്തൊക്കെയാണ്, അതെല്ലാം നമ്മളിവിടെ പ്രാക്ടിക്കലി നമുക്ക് അവർക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്, അത് ചെയ്യിപ്പിക്കുന്നുണ്ട്. എല്ലാം ആ ഒരു പുതുമ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. അവർക്കൊരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഇതെന്നുള്ള രീതിയിൽ അവിടെ ചെല്ലുന്നത്. അപ്പൊ ഇത്രയൊക്കെ രാജ്യങ്ങളിൽ നമ്മൾ ഇത്ര അഡീഷണൽ നമ്മൾ ചെയ്തത് എന്തായാലും എല്ലാം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ ദിവസം കൂടുമ്പോഴും ഓരോ ടൂൾസ് അടക്കം എല്ലാം ഇങ്ങനെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനനുസരിച്ച് മാറുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മാറാൻ വേണ്ടി നല്ലൊരു ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ടല്ലേ? അത് എങ്ങനെയാണ് ആ ഒരു ട്രെയിനിങ് എങ്ങനെയാണ്? തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് 10 വർഷം മുമ്പ് നമ്മൾ യൂസ് ചെയ്തിരുന്ന മെഷീൻസ് അല്ല നമ്മൾ ഇപ്പോൾ പല ഈ പറഞ്ഞ മെക്കാനിക്കൽ ബേസ് ചെയ്ത് അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ബേസ് ചെയ്തൊക്കെ കോഴ്സസ് വരുന്നത്. അപ്പൊ അന്ന് 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുമ്പ് ചെയ്തിരുന്ന അതേ ടെക്നോളജി അല്ല. ഇന്ന് ടെക്നോളജി ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ ഓരോ വർഷവും നമ്മൾ അതിന്റെ സിലബസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഡസ്ട്രി ഞങ്ങൾ ഒരുപാട് കമ്പനീസുമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഇൻഡസ്ട്രീസുമായിട്ട് ഞങ്ങൾ ടൈ അപ്പ് ആണ്. അപ്പൊ അവരുടെ ഡിമാൻഡ് നമ്മുടെ അടുത്ത് പറയുമ്പോൾ ഒരു സ്റ്റുഡന്റ് ഞങ്ങൾ ഒരു ജോബിന് വേണ്ടി അന്വേഷിക്കും. അവർ പറയുന്നത് ഇന്ന ക്വാളിറ്റിയുള്ള അല്ലെ ഇന്ന വർക്ക് അറിയുന്ന ഇന്ന ടെസ്റ്റിങ്സ് അറിയുന്ന സ്റ്റുഡൻസിന് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷവും നമ്മുടെ സിലബസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇന്റർനാഷണൽ കോഴ്സസ് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഓരോ കമ്പനികൾ വിളിക്കുമ്പോൾ അവർ പറയും, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അൾട്രാസോണിക് മെഷീൻ അല്ലെങ്കിൽ അൾട്രാസോണിക് ടെസ്റ്റിംഗ് അറിയാവുന്ന സ്റ്റുഡൻസിന് വിടാൻ പറയും. അപ്പൊ നമുക്കറിയാം അത് അവർ ഏത് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബേസിക്കുള്ള അല്ലെങ്കിൽ അത് സിമിലർ ആയിട്ടുള്ള മെഷീൻസ് ആയിരിക്കും ഞങ്ങൾ ഇവിടെ ടെസ്റ്റിംഗ്. അപ്പൊ അതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനായിരിക്കും അങ്ങോട്ടേക്ക് വിടുന്നത്. അപ്പൊ ഓരോ വർഷവും നമ്മൾ ഈ പറഞ്ഞ ഇൻഡസ്ട്രി ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇനി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പൊ മാതാപിതാക്കൾ ഇത് കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഏറ്റവും വലിയൊരു വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ ആ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ നന്നായി പഠിപ്പിക്കും, ജോലിയും കിട്ടും. ഈ ഒരു ഉറപ്പാണ് എല്ലാവർക്കും വേണ്ടത്. ഇവിടെ വരുന്ന ഒരു 100% പേര് നമ്മൾ ചോദിക്കുമ്പോൾ ചേട്ടാ ഇവിടെ വന്ന ജോലി കിട്ടും, അത് ഉറപ്പാണ്. അത് എൻ്റെ ഫ്രണ്ട്സിന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് ഞങ്ങളിവിടെ വരുന്നത്. അപ്പൊ അത്രയധികം കമ്പനികളായിട്ട് നമ്മൾ ടൈപ്പ് ആണല്ലേ? അതെ. നമുക്ക് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്ന ഓരോ കോഴ്സുകളും നമുക്ക് ജോബ് കൊടുക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള കോഴ്സുകൾ മാത്രമേ ഞങ്ങൾ ചെയ്യും. എന്തെങ്കിലും ഒരുപാട് കോഴ്സുകളുണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്ന കോഴ്സുകളുണ്ട്. എല്ലാ കോഴ്സുകളും പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എല്ലാവരെയും ആ ഒരു ഫീൽഡിലേക്ക് എത്തിക്കാൻ പറ്റിപ്പോൾ നിർബന്ധമില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ കോഴ്സസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അതുപോലെ ഹെൽത്ത് കെയർ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഓയിൽ, ഇങ്ങനെയുള്ള കോഴ്സസാണ്. നമുക്കറിയാം ഈ കോഴ്സസ് ഒക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സസാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്താണെങ്കിലും നമ്മുടെ ഇവിടെ എൻക്വയറിക്ക് വരുന്ന ആളുകളൊക്കെയാണെങ്കിൽ നമുക്ക്
ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അവരിവിടെ വരുന്നത്. ഞാൻ പറയാറുണ്ട്, എല്ലാവരും ജോലിക്ക് വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്. എല്ലാവരും അവരുടെയൊക്കെ ടൈം ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ പഠിച്ചെന്തെങ്കിലും സർട്ടിഫിക്കേഷൻ വെച്ച് എബ്രോഡ് പോകാനൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുന്ന ആളാണെന്ന് ആ ഒരു ജോബ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പൊ കേരളത്തില് പല പല രീതിയിലുള്ള ആളുകൾ, പല പല റേഞ്ചിലുള്ള ആൾക്കാരെല്ലാം സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ചില അച്ഛനമ്മമാർക്ക് ടെൻഷനാണ്, എൻ്റെ മക്കൾ അവിടെ പഠിപ്പിക്കും, ഒരുപാട് പൈസ, ഇത്രയും ഫീസ് ഞാൻ എങ്ങനെ എടുത്തിട്ട് ഒരുമിച്ച് അടയ്ക്കും, അങ്ങനെയുള്ള ടെൻഷനിലൊക്കെ ഒരുപാട് മാതാപിതാക്കൾ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് ഇവിടെ ഇപ്പൊ ഒരുമിച്ച് പൈസ അടയ്ക്കാതെ ഗഡുവായിട്ട് അടയ്ക്കാനുള്ള സപ്ലൈ ഇങ്ങനെ അതിനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് എപ്പോഴും ഫീസ് കൂടുതലാണ്. നമുക്ക് ഈ പറഞ്ഞ കോളേജുകളിൽ ചിലപ്പോൾ 3 വർഷം ഡിഗ്രി പഠിക്കാൻ നമുക്ക് ഇത്രയും പൈസ വരുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷെ എന്നാൽ കൂടെ നമ്മളുടെ ഫീസ് റീസണബിൾ ആയിട്ടാണ് നമ്മൾ എല്ലാ കോഴ്സുകൾക്കും നമ്മൾ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത് ഒരുമിച്ച് അടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ അവരുടെ പേരൻസിന് ബുദ്ധിമുട്ടാണ്, നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ ഒരു അഡ്മിഷൻ ഫീസ് വെച്ച് നമുക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മന്ത്ലി ഇവർക്ക് ചിലവർ ജോലി ചെയ്ത് പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ മന്ത്ലി അവരുടെ പേരൻസ് അടക്കുന്നത്, മന്ത്ലി സ്പ്ലിറ്റ് ചെയ്ത് അടക്കാനുള്ള അവസരമൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരി, ഒരു സാധാരണക്കാരായ ആർക്കും ഏത് ധൈര്യമായിട്ട് കടന്നു വരാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഇന്നിപ്പോൾ പരിചയപ്പെടുത്തിയത്. കാരണം ഞങ്ങൾ ഈ പ്രോഗ്രാമുമായിട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതാണ്. ഓരോ സ്ഥലങ്ങളിലും ഒരുപാട് ജനങ്ങൾക്കും ഒരുപാട് ഇപ്പൊ യുവതലമുറയ്ക്ക് തന്നെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മളിങ്ങനെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഇപ്പൊ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സ്ഥാപനമാണ് ആദി. അപ്പൊ എന്തായാലും ഇനി ഭാവിയിൽ ഇനി ഫ്യൂച്ചറിലേക്ക് ഇനി അടുത്ത പ്ലാൻ എന്താണെന്നും കൂടി ഒന്ന് പറയാം. ഇപ്പൊ നമുക്ക് കേരളത്തിൽ ഈ പറഞ്ഞ 4 സ്ഥലങ്ങളായിട്ട് ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഇപ്പോൾ കേരളത്തിന്റെ പുറത്തുനിന്നും ഇപ്പോൾ ബീഹാർ, ഒറീസ, അതുപോലെ ഡൽഹിയിൽ നിന്നൊക്കെ നമുക്ക് ഇവിടെ സ്റ്റുഡൻസ് എറണാകുളത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ പല സ്റ്റുഡൻസിന്റെയും ഡിമാൻഡ്സ് ഉണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് നിങ്ങൾക്ക് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്തുകൂടെ. പിന്നെ ഒരുപാട് പുറത്തുനിന്നൊക്കെ എബ്രോഡിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഓൺലൈനിൽ ഒരുപാട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ലോജിസ്റ്റിക്സ്, അതുപോലെ ഈ പറഞ്ഞ ഓയിൽ ആൻഡ് ഗ്യാസ് പോലുള്ള കോഴ്സസ്. അപ്പോൾ ഇവർക്കത് പ്രാക്ടിക്കലി അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അറിയാം, ഓൺലൈൻ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സസ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവരുടെയൊക്കെ സജഷൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുവായിരുന്നെങ്കിൽ അപ്പൊ അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആണെന്നുള്ള. അപ്പൊ അതൊക്കെ നമ്മുടെ ഭാവി പ്ലാനുകളാണ്. പോകുക നമ്മുടെ പ്ലാനുകളാണ്. തീർച്ചയായിട്ടും അത് കൊണ്ടുവരും. അപ്പൊ എന്തായാലും താങ്ക് യു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഒഴിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം വഴി ഇതേപോലത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇതേപോലെ പരിചയപ്പെടുത്താൻ പറ്റുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതേപോലത്തെ സ്ഥാപനങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. തൊഴിലില്ലായ്മയാണ് ഇപ്പോഴത്തെ തലമുറ അഭിമുഖീകരിക്കുന്ന മെയിൻ പ്രശ്നം. അപ്പൊ അതിനൊരു ആശ്വാസം നൽകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഇതൊരു ബിസിനസ് അല്ല, ഇതൊരു സേവനം തന്നെയായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇനിയും ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആദ്യം ഒരു കാരണമാവട്ടെ, ഇതൊരു ചവിട്ടുപടി ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഒരുപാട് നന്ദി. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലയിൽ വളരെയേറെ മികവ് പുലർത്തിയ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ കേരള ഗേറ്റിലൂടെ പരിചയപ്പെട്ടത്. അപ്പൊ ഇതേപോലത്തെ നാടിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്.